ഞാൻ ഒരുപാട് നാളായി ഒരു ഫാൻസി നമ്പർ ഉപയോഗിക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഒരു നമ്പറൊന്ന് മാറിക്കളയാം എന്നോർത്തിട്ട് എയർടെല്ലിൽ നിന്ന് ഞാൻ ഒരു പുതിയ നമ്പർ എടുത്തു. എന്ന് പറഞ്ഞാൽ എന്നോട് ചോദിച്ചു, സാറേ കുറച്ച് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അയച്ചു തരാം. ഞാൻ പറഞ്ഞു ഇച്ചിരി നല്ല ഒരു നമ്പർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു കുറച്ച് ലിസ്റ്റ് ഓഫ് നമ്പേഴ്സ് അയച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ലിസ്റ്റ് ഓഫ് നമ്പേഴ്സിൽ നിന്ന് ഒരു നമ്പർ സെലക്ട് ചെയ്തു. ആ നമ്പർ അവർ എനിക്ക് കൊണ്ടു തന്നു. അത് പോസ്റ്റ് പെയ്ഡ് കണക്ഷനായിട്ടാണ് ഞാൻ എടുത്തത്. അപ്പം എനിക്ക് ആ നമ്പർ ഇഷ്ടപ്പെട്ടു, അതെടുത്തു. ഇതെടുത്തിട്ട് ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യത്തെ ദിവസം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വന്നു, ആക്സിസ് ബാങ്കിൽ നിന്ന് ഇത്രയും ക്യാഷ് അടയ്ക്കാനുണ്ട് എന്നും പറഞ്ഞിട്ട്. പിന്നെ 1-2 ക്രെഡിറ്റ് കമ്പനികളിൽ നിന്ന് വിളി തുടങ്ങി, സാറ് ഇപ്പോഴത്തെ പേയ്മെൻറ്റ് തന്നിട്ടില്ല, തന്നേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട്. അതൊക്കെ ഒരു കർണാടക റീജിയനിലുള്ള എന്തോ ഒരു കമ്പനിയാണ്, ഈ ഓൺലൈനായിട്ട് ലോൺ കൊടുക്കുന്ന കമ്പനീസാണ്. പിന്നെ അത് കഴിഞ്ഞ് ഒരുപാട് ഇങ്ങനത്തെ കോൾസ്, മെസ്സേജസ്, ഇങ്ങനെ ക്യാഷ് അടയ്ക്കാനുണ്ട്, യുവർ ലാസ്റ്റ് പേയ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഈ നമ്പർ എടുത്ത് കഴിഞ്ഞിട്ട് എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആക്ച്വലി ഈ നമ്പർ ഒരാളുടെ ആയിരുന്നു. അപ്പോൾ ആ നമ്പർ ആ പുള്ളി വിട്ടപ്പോൾ ഇവർ ഈ നമ്പർ എനിക്ക് തന്നതാണ്. അപ്പം ഇതെന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ നമ്പർ എൻ്റെ പേരിലാണ്. എൻ്റെ ആധാർ കാർഡ് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടാണ് ഞാനിപ്പോൾ ഈ നമ്പർ എടുത്തേക്കുന്നത്. സോ ഇനിയിപ്പം ഇയാൾ അടയ്ക്കാനുള്ള പൈസയൊക്കെ എൻ്റെ പേരിലായ ഒരു സിറ്റുവേഷനായി. അപ്പം ഞാനതുകൊണ്ട് ആ നമ്പർ അപ്പം തന്നെ ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്പർ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്കറിയാൻ പാടില്ല അവർ ക്യാൻസൽ ചെയ്യുന്നത് എങ്ങനെയാണ്. അപ്പം ഇതുപോലെ അത് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് പറഞ്ഞു, വേറൊരു നമ്പർ തരാം, ഫാൻസി നമ്പർ നോക്കണം എന്ന് പറഞ്ഞിട്ട് വേറൊരു നമ്പർ. പിന്നെയും ഇത് തന്നെ, അതൊരു ലേഡിയുടെ പേരിലായിരുന്നു. അവരെ സംബന്ധിച്ചുള്ള ലോണിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇവരൊക്കെ ഈ നമ്പർ വിട്ട് കളയുന്നത് എന്തെങ്കിലും ക്യാഷിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴാണ് ഇവർ ഈ നമ്പർ വിട്ട് കളയുന്നത്. അപ്പം ആ നമ്പർ അങ്ങനെ കിട്ടി. അതും ഇതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാനത് ക്യാൻസൽ ചെയ്യാൻ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അതും പോയി. പിന്നെ 3ാമതും നമ്പർ എടുത്തു. ആ നമ്പറും അതുപോലെ തന്നെ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ്, എനിക്കൊന്ന് ഈ റാൻഡം നമ്പേഴ്സിന് ആ പ്രോബ്ലം ഇല്ലായിരിക്കും. ബട്ട് നമ്മൾ ഇച്ചിരി ഫാൻസി ആയിട്ടുള്ള നമ്പർ, അവർ ഫ്രീ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫാൻസി നമ്പേഴ്സ്, ഇത്ര പൈസ കൊടുത്ത് കിട്ടുന്ന ഫാൻസി നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ എടുക്കുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അതിങ്ങനെ വേറെ ആരുടെയെങ്കിലും ആയിരിക്കും. അപ്പോൾ അതായിരിക്കും അത് അവർ യൂസ് ചെയ്യാതെ വരുമ്പോഴത്തേക്കുമാണ് അവർ നെറ്റ്വർക്ക് കട്ട് ചെയ്തിട്ട് വേറെ ആൾക്ക് കൊടുക്കുന്നത്. പക്ഷേ അത് വെച്ചിട്ട് എടുത്തേക്കുന്ന ലോണ്, അങ്ങനത്തെ കാര്യങ്ങൾ, ആ നമ്പർ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്തേക്കുന്ന അക്കൗണ്ട് ഡീറ്റെയിൽസ്, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മളുടെ അടുത്തേക്കായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചുള്ള ഫോൺ കോൾസും. ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച ഫോൺ ആണെന്നുണ്ടെങ്കിൽ എന്നെ പരിചയമുള്ള ആൾക്കാർ വിളിക്കുന്ന മുഴുവനും ആ നമ്പറിലായിരിക്കും. സോ നിങ്ങൾ പുതിയ നമ്പർ എടുക്കുമ്പം ഫാൻസി നമ്പറിന് പോകാതിരിക്കുന്നത് നല്ലത്. ഫാൻസി നമ്പേഴ്സ് എല്ലാം എന്ന് വെച്ചാൽ നമ്പേഴ്സ് ഇത്രയല്ലേ ഉള്ളൂ, 1 തൊട്ട് 10 വരെയുള്ള നമ്പറല്ലേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ 1 to 9 ഈ നമ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു ഇതാണല്ലോ കോമ്പിനേഷൻസ് ആണല്ലോ നമ്മുടെ മൊബൈൽ നമ്പർ. അപ്പം അതൊക്കെ ഒരുമാതിരി കഴിഞ്ഞു. സോ ഇനിയും ഒരിക്കലും നിങ്ങൾ ഫാൻസി നമ്പേഴ്സ് എടുക്കാൻ പോകരുത്, ഫാൻസി നമ്പേഴ്സിൽ പോകരുത്. പക്ഷേ റാൻഡം നമ്പേഴ്സ് ആകുമ്പോഴത്തേക്കും പിന്നെയും കുറേ കൂടെ ആരും ഉപയോഗിക്കാത്ത നമ്പേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം വെച്ചാൽ മൊബൈൽ കമ്പനിക്ക് എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു. ബിക്കോസ് അവർ നമ്പർ കൊടുക്കുന്നു, ആ വ്യക്തി ഉപയോഗിക്കുന്നു, ആ വ്യക്തി വേണ്ടാന്ന് വെക്കുന്നു, വേറെ ആൾക്കാർ നമ്പർ കൊടുക്കുന്നു. അത്രയല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ പറ്റും? എന്നുവെച്ചാൽ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, 1 to 9 എന്നുള്ള ആ ഒരു ഡിജിറ്റ്സിൽ ഉള്ള ഒരു കോമ്പിനേഷൻസ് അല്ലെങ്കിൽ കോമ്പിനേഷൻസ് ആണ് ഈ പർട്ടിക്കുലർ നമ്മുടെ മൊബൈൽ നമ്പർ വരുന്നത്. അത് അതിനൊരു ലിമിറ്റില്ലേ, അത് കഴിഞ്ഞാൽ പിന്നെ ഇല്ലല്ലോ, അത് തീർന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ കറങ്ങിത്തിരിഞ്ഞ് ഓരോരുത്തർക്ക് കിട്ടുക ചെയ്യണത്. അതുകൊണ്ട് കഴിയുന്നതും നിങ്ങളുടെ സ്വന്തം നമ്പർ തന്നെ നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുക. അല്ലെങ്കിൽ പുതിയ നമ്പർ എടുക്കുമ്പം ഫാൻസി നമ്പർ ഒരിക്കലും എടുക്കരുത്, റാൻഡം നമ്പേഴ്സ് എടുക്കുക. പറയാൻ പറ്റില്ല, റാൻഡം നമ്പേഴ്സിലും ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാകാൻ ചാൻസ് ഉണ്ട്. സോ കഴിയുന്നതും
നിങ്ങൾക്കൊരു നമ്പർ ഉണ്ടെങ്കിൽ അത് തന്നെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കുക. അതാണ് ഏറ്റവും നല്ലത്. നമ്പർ മാറ്റാതിരിക്കുക, പുതിയ നമ്പർ എടുക്കാതിരിക്കുക, ഏറ്റവും നല്ലത് അതാണ്. സോ ഹാവ് എ നൈസ് ഡേ. ബൈ.